ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നലെ ഒരു മലയാള സിനിമ OTT റിലീസ് ചെയ്തു. ആമസോൺ പ്രൈമിൽ ഒരു മലയാള സിനിമ സർപ്രൈസായി റിലീസ് ചെയ്തിരുന്നു. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായ ത്രയം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്നതും പോയതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു സിനിമ എന്നുള്ളത്. കഴിഞ്ഞ വർഷം 2024 ഒക്ടോബറിലൊക്കെ റിലീസ് ചെയ്ത സിനിമയാണ്, തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്നുള്ളത് കുറേ കാലം മുമ്പേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ലേറ്റായിട്ടാണ് തിയേറ്റർ റിലീസ് ചെയ്തത് തന്നെ. അപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമ എന്നുള്ളത് ഒരൊറ്റ ദിവസം സിനിമയുടെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നടക്കുന്നത് ഒരു രാത്രി നടക്കുന്ന കഥ. അത് കുറേ ആൾക്കാർ കുറേ ആൾക്കാരെ യോജിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഭവം. അതാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. 2003 റിലീസ് ചെയ്ത 1140 എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ 1140 എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് കിട്ടുന്ന സിനിമയാണ്. പക്ഷേ ഈ ഒരു സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സത്യം പറയുകയാണെങ്കിൽ ടൈം പാസിന് പോലും കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫീലായിരുന്നു ഈ ഒരു സിനിമ സമ്മാനിച്ചതെന്നുള്ള. ഒരു രാത്രി ഒരു ടൗണിൽ നടക്കുന്ന ഒരു സംഭവം. അതിൽ കുറേ ആൾക്കാർ ഇൻവോൾവ്, ഒരു ക്രൈം നടക്കുന്നതും അതിൽ കുറേ ആൾക്കാർ ഇൻവോൾവ് ആകുന്നതും അതിൽ എന്തൊക്കെ ഇവർക്ക് എല്ലാവർക്കും കൂടി എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന സംഭവമാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സിനിമയിൽ പറഞ്ഞു പോകുന്നില്ല. ഒരുപാട് താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ സണ്ണി വെയിൻ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, പിന്നെ ഡെയിൻ ഡേവിസ് ഉണ്ട്, ചന്തുനാഥ് ഉണ്ട്, രാഹുൽ മാധവ്, ഷാലു റഹീം, അനാർക്കലി മരക്കാർ, ഡയാന, ഒരുപാട് താരനിരകൾ എൻ്റെ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരെല്ലാവരെയും ആ ഒരു കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവസാനത്തേക്ക് പിന്നെ ഒരു പർട്ടിക്കുലർ ടൈമിൽ നടക്കുന്ന ഒരു സംഭവം വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ കാണിച്ച് പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് കാണിച്ച് പോകുന്നൊരു സംഭവമാണ്. നമ്മളെ റിവീൽ ചെയ്ത് കൊണ്ടുവരികയാണ്. എന്താണ് അവർ സംഭവിച്ചത്, എന്തൊക്കെയാണ് അവർ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്ത് കൊണ്ടുവരികയാണ്. പക്ഷേ ഒരൊറ്റ ക്യാരക്ടറിനും പിന്നെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എല്ലാ ക്യാരക്ടേഴ്സിനും എന്നുള്ളതാണ്. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, ഇവരെന്താണ് ശരിക്കും ചെയ്യുന്നത്, എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമ എനിക്ക് ഫീൽ ചെയ്തെന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട സമയത്ത് ആ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. 2003 റിലീസ് ചെയ്ത സിനിമയാണ്. നല്ല രസമുള്ളൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്നുള്ളത് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സിനിമയുടെ ദൈർഘ്യം എന്നുള്ളത് ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. 1 മണിക്കൂർ 52 മിനിറ്റ് അങ്ങനെയാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. ഒന്ന് ടൈം പാസിന് വേണ്ടി ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു അപരാധം മൂവി തന്നെ പറയാവുന്ന സിനിമയാണ് ത്രയം എന്ന് പറയുന്ന സിനിമ. ഈ പോസ്റ്ററുകളും പേരും ആ പോസ്റ്ററുകളൊക്കെ കണ്ടപ്പോൾ ഒരു അടിപൊളി ക്രൈം ത്രില്ലർ സിനിമ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാണുന്നവർക്ക് ഭയങ്കര നിരാശയായിരിക്കും ഈ ഒരു സിനിമ ഈ സിനിമയ്ക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇത്രയും കഥാപാത്രത്തിനും കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവം. ആർക്കും ഒരു കണക്ഷൻ കിട്ടുന്നില്ല, നമുക്ക് ആരിലും ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവം ടൈം പാസിന് പോലും കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഈ സിനിമയെക്കുറിച്ച്. എൻ്റെ അഭിപ്രായം ഇതാണ്. ഒരു ടൈം പാസിന് പോലും കാണാൻ പറ്റാത്തൊരു അപരാധം മൂവി തന്നെ പറയാം ത്രയം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. നല്ലൊരു പേരും അതുപോലെ തന്നെ നല്ല പോസ്റ്റർ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റിയിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ പെർഫോമൻസുകളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു അത്രയും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. അനാർക്കലി മരക്കാരൊക്കെ വെറുതെ അജു വർഗീസൊക്കെ വെറുതെ വന്നു പോയതാണ്. സറിയുണ്ട്. അപ്പോൾ ഒരു ദിവസം രാത്രി നടക്കുന്ന സംഭവം. അതുപോലത്തെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. ഒരു രാത്രി നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവം. ഒരു എക്സാമ്പിൾ നമ്മുടെ തമിഴ് സിനിമ കൈദി, പിന്നെ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന നമ്മുടെ കന്നഡ മൂവിയായിരുന്നു മാക്സ് എന്ന് പറഞ്ഞ സിനിമ, കിച്ച സുദീപിൻ്റെ. അതുപോലുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഒറ്റ രാത്രി നടക്കുന്ന കഥകളാണല്ലോ അതൊക്കെ. ചെറിയ സിനിമകൾ വന്നിട്ടുണ്ട്. ഈ അടുത്തായിട്ട് ഏതായിരുന്നു എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. ഒരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, നല്ലൊരു സിനിമ. ഒരു രാത്രി പോലീസ് സ്റ്റേഷൻ പരിസരമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സംഭവം അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.